എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇതാ ഇവളെ അറിയുന്നുണ്ടാവും. ഞാനിപ്പോൾ വർക്കിന് കയറിയിട്ട് 1 ഇയറായി. ആദ്യം മുതൽ എൻ്റെ കൂടെയുള്ള ഒരാളാണ് കേട്ടോ അനഘ. ഞങ്ങൾ സെയിം ഡിപ്പാർട്ട്മെൻ്റ് അല്ല, 2 ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടുണ്ട്. അത് ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരേ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം. വീട് വിട്ട് മാറി നിൽക്കുന്ന ഹോസ്റ്റലേഴ്സിന് ഞാനിപ്പോൾ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടുകാരെ വിട്ടിട്ട് നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് അവിടെ നമുക്കൊരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലിയിൽ ഒരാൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു പെയിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ജോലിക്ക് കയറിയതിൻ്റെ ശേഷം എനിക്ക് ഒരുപാട് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് കേട്ടോ അനഘ. അങ്ങനെ നമ്മുടെ ഡൗൺസിൽ കൂടെ നിൽക്കുന്നവർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിൽ എൻ്റെ സ്പെഷ്യൽ പേഴ്സൺസിൽ ഒരാളാണ് ഇവള്. അവൾ റിസൈൻ ഇട്ട സമയത്ത് എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പോകാന്നുള്ള കാര്യം എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പോകുന്ന തലേ ദിവസം വരെ എൻ്റെ മൈൻഡ് അവൾ ഇവിടുന്ന് പോവുകയാണെന്നുള്ളത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. എൻ്റെ മൈൻഡിൽ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ വീട്ടിൽ പോവുകയാണ്, ലീവിന് പോവുകയാണ്, ലീവ് കഴിഞ്ഞാൽ തിരിച്ചു വരും, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നേ. തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ പോകാന്നുള്ളത്. ഇനി അവൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഡൗൺസിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് ഒട്ടും അറിയില്ല. പോകുന്ന സമയത്ത് വലുതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്നുണ്ടായിരുന്നേ. അവൾക്ക് പൂച്ചാന്ന് വെച്ച ജീവനാണ്. സോ ഒരു പൂച്ചേൻ്റെ ടോയ് വാങ്ങി കൊടുക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ ഞാൻ ഒരു കുഞ്ഞ് ലെറ്റർ എഴുതിയിട്ടുള്ള ഒരു കാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിയപാടെ അവൾ ഭയങ്കര കരച്ചിലായി. പക്ഷെ അപ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ പോവാന്നുള്ളത് ഞാൻ അപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് രാത്രി കിടന്നപ്പോൾ ഉറക്കം കിട്ടുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വിങ്ങൽ. കാരണം ഞാൻ റിയലൈസ് ചെയ്തു അവൾ പോവാണ്, ഇനി ഇവിടെ ഉണ്ടാവില്ല എൻ്റെ കൂടെ, ഞാൻ റൂമിൽ ഒറ്റക്കാവും എന്നുള്ള കാര്യം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അതിലെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പേഴ്സൺസ് ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. അതിലൊരാളാണ് അനഘ. സോ ഐ വിഷ് ഹെർ എ ബ്യൂട്ടിഫുൾ ലൈഫ് എഹെഡ്. അങ്ങനെ അവളും പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.